കാലത്ത് 5 മണിക്ക് എണീക്കുക എന്ന് പറയുന്നതിന് പൈസ ചെലവില്ല. തീരുമാനം മതി, ഡിസിപ്ലിനും മതി. മനസ്സ് വെച്ച ഒരാൾക്ക് നാളെ 5 മണിക്ക് എണീക്കാൻ പറ്റും. ആ വാശിയുണ്ടെങ്കിൽ എണീക്കാൻ പറ്റും. എവ്രി ഡേ ആണെങ്കിലും എണീക്കാൻ പറ്റും. ചാർജ് കൾച്ചർ മതി, ഡിസിപ്ലിൻ മതി, എണീക്കാൻ പറ്റും. എക്സസൈസ് ചെയ്യാൻ, മോർണിംഗ് വാക്ക് ചെയ്യാൻ, ഫുഡ് കൺട്രോൾ ചെയ്യാൻ, ഇതെല്ലാം മെന്റൽ ഗെയിമാണ്. മണി മേക്കിംഗ് എന്ന് പറയുന്നത് മേക്കിംഗ് എന്ന് പറയുന്നത് മെന്റൽ ഗെയിം മാത്രമല്ല, സംഭവങ്ങൾ അത്തരത്തിലുള്ള ഗ്രോത്തിലേക്ക്, ആ ഒരു ഗ്രോത്ത് പലപ്പോഴും വളരെ പ്രയാസമായിട്ട് കാണുന്നതിൻ്റെ ഒരു റീസൺ എന്താ വെച്ചാൽ, ഇതൊന്നും മാത്രമല്ല കേട്ടോ, ഏത് ഗ്രോത്ത് എടുക്കുകയാണെങ്കിലും, സാമ്പത്തികം മാത്രമല്ല, ഏത് ഗ്രോത്ത് എടുക്കുകയാണെങ്കിലും പലപ്പോഴും എന്താണ് നമ്മളുടെ തടസ്സം നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കംഫർട്ട് ലൈഫാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിങ്ങൾ കംഫർട്ടബിൾ ആണ്, അതാണ് നിങ്ങളുടെ പരാജയം, അല്ലെങ്കിൽ അതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും വിജയത്തിന് തടസ്സമായി നിൽക്കുന്നത്. യു ഷുഡ് നോട്ട് ബി ഹാപ്പി വിത്ത് ദ മണി യു ആർ മേക്കിംഗ്. യു ഷുഡ് ബി ഹംഗ്രി. വിശപ്പുണ്ടാവണം, കൂടുതൽ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവണം, തീവ്രമായ ആഗ്രഹം ഉണ്ടാവണം. അതെന്തിനാണ്? ആർത്തിയുള്ളവനാവാനല്ല, അഹങ്കാരിയാവാനല്ല. യു നീഡ്. അതെന്തിനാന്ന് വെച്ചാൽ ആ ഒരു തരത്തിലേക്കുള്ള ആ ഒരു ഹങ്കർ ഉണ്ടാവണം എപ്പോഴും. പലരുടെയും ഹങ്കർ നശിച്ചു പോവുക. എനിക്ക് കുഴപ്പമില്ലാത്തൊരു ജോലിയുണ്ട്, എനിക്ക് കുഴപ്പമില്ലാത്ത വരുമാനമുണ്ട്, നമ്മൾ ഹാപ്പി ആവണം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, പലയിടത്തും പല ഫിലോസഫിയും പഠിച്ചിട്ടുണ്ട്. എന്ത്? ഉള്ളതിൽ സംതൃപ്തി കണ്ടെത്തണം, ഉള്ളതിൽ തൃപ്തിയുള്ളവനാവണം. പക്ഷെ അതെന്തായിരിക്കരുത്? അത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എത്രയാണോ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ വില മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. അതല്ലാതെ അതിൽ ഹാപ്പി ആയിട്ട് മടിയനായിട്ട് ഉഴപ്പനായിട്ട് പോവാനുള്ളതല്ല. അത് പലരും അതായിട്ടാണ് കരുതിയിരിക്കുന്നത്. ഇതേ പറഞ്ഞിരിക്കുന്ന ഇത്തരത്തിലുള്ള ഫിലോസഫി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള അതേ പ്രവാചകന്മാരും തത്വചിന്തകരും പറയുന്ന ഒരു കാര്യം എന്താണെന്ന്? നമ്മൾ വേറൊരാളുടെ മുൻപിൽ കൈ നീട്ടേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത്. പ്രവാചകൻ പറഞ്ഞിട്ടുള്ള വാചകം കൊണ്ട് എന്താണ്? നിങ്ങളുടെ അന്നത്തിന് വേണ്ടിയിട്ട് ഈ ഭൂമിയിൽ പരക്കണം എന്നാണ് പറഞ്ഞത്. എവിടെയാണെങ്കിലും വേണ്ടില്ല. യു നീഡ് ടു ഗോ ആൻഡ് ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി. മറ്റുള്ളവരെ സഹായിക്കാൻ ആഗ്രഹം, പാവപ്പെട്ട ഒരുപാട് ആൾക്കാരെ സഹായിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായാൽ പോരാ. ആ സഹായിക്കാനുള്ള കേപ്പബിലിറ്റിയിലേക്ക് നമ്മൾ വളരണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? വരുമാനം വേണം. എങ്ങനെയാണ് നമ്മളത് വരുമാനം വർദ്ധിപ്പിക്കുന്നത്? വരുമാനം വർദ്ധിപ്പിക്കണമെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോളായിട്ട് സെറ്റ് ചെയ്യണം. നമ്മൾ നമ്മുടെ നിലവിലുള്ള വരുമാനത്തിൽ വി ഷുഡ് നോട്ട് ബി ഹാപ്പി. ശ്രദ്ധിക്കണം, ഇത് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. പുതിയ ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഇവിടെ എന്താ വെറും പൈസ 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 എന്നുള്ള ചിന്താഗതി വേണം. മാത്രമല്ല, ഇവിടെ എല്ലാം പഠിപ്പിക്കും. മനുഷ്യത്വം പഠിപ്പിക്കും, കുടുംബം പഠിക്കും, ദാനം ചെയ്യുന്നത് പഠിപ്പിക്കും, ഒക്കെ പഠിപ്പിക്കും. പക്ഷെ ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വല്ലതും വേണ്ടേ? ഉള്ളില് ഉള്ളവനെ കൊടുക്കാൻ കഴിയൂ, ഇല്ലാത്തവന് കൊടുക്കാൻ ആഗ്രഹിക്കാനേ പറ്റൂ. ഉള്ളവൻ കൊടുക്കണം എന്ന് വാദിക്കാനേ പറ്റൂ.